ഡിയർ സ്റ്റുഡൻസ്, തേർഡ് സെമസ്റ്റർ ബികോമിലെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന പേപ്പറാണ് ഞാൻ എടുക്കുന്നത്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഓർ ആവറേജസ്. ഈ സെമസ്റ്ററിൽ ആദ്യമായിട്ട് നമ്മൾ തുടങ്ങുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഓർ ആവറേജസ്. കേന്ദ്രീയ പ്രവണതയുടെ അളവുകൾ അഥവാ ശരാശരികൾ. എന്താണ് ശരാശരി? An average is a single significant figure which sums up the characteristics of a group of figures. It conveys general idea of the whole group. It is generally located at the center or middle of the distribution. An average is a single significant figure which sums up the characteristics of a group of figures. It conveys general idea of the whole group. It is generally located at the center or middle of the distribution. ഒരു കൂട്ടം മൂല്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഏക മൂല്യത്തെയാണ് ശരാശരി എന്ന് പറയുന്നത്. മുഴുവൻ ഗ്രൂപ്പിൻ്റെയും സവിശേഷതകൾ വിശദമാക്കുന്ന അർത്ഥപൂർണമായ ഒരു ഏകസംഖ്യ, സിംഗിൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ് അത്. സാധാരണയായി ഏറ്റവും വലുതും ഏറ്റവും ചെറുതുമായ ഇനങ്ങൾക്കിടയിൽ ഏകദേശം മധ്യത്തിലായിട്ടായിരിക്കും ശരാശരി ലഭിക്കുന്നത്. നെക്സ്റ്റ്, വേരിയസ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. വേരിയസ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഓർ ആവറേജസ് ആർ the first one arithmetic mean, second median, then mode, geometric mean, harmonic mean. There are 5 averages: arithmetic mean, median, mode, geometric mean and harmonic mean. Arithmetic mean. Arithmetic mean is a mathematical average. It is a method of representing the whole data by one figure. It is a simple measure and most widely used. Arithmetic mean is a mathematical average. സമാന്തര മാധ്യം ഒരു ഗണിത ശരാശരിയാണ്. എന്ന് വെച്ചാൽ ഗണിത ക്രിയകൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതാണ്. ഒരു ഒറ്റ മൂല്യം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒറ്റ സംഖ്യ കൊണ്ട് അല്ലെങ്കിൽ ഒരു ഏക സംഖ്യ കൊണ്ട്, നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉപയോഗിച്ച് മുഴുവൻ ദത്തങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു രീതിയാണത്. ഇത് വളരെ ലളിതമാണ്, കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ശരാശരിയും കൂടി ആണത്. ഇനി അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിൽ ഒന്നാമത്തെ രീതി ഇതാണ്. ഇൻഡിവിജ്വൽ സീരീസിൽ അരിത്തമെറ്റിക് മീൻ എങ്ങനെ കണ്ടുപിടിക്കും? എന്താണ് ഇൻഡിവിജ്വൽ സീരീസ്? നമുക്ക് കുറേ വാല്യൂസ് മാത്രം തരികയാണെങ്കിൽ എങ്ങനെ അരിത്തമെറ്റിക് മീൻ കാണണം? അപ്പോൾ അരിത്തമെറ്റിക് മീൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ്. If x1, x2, x3, etc. xn are n values, then the arithmetic mean of them is x1 plus x2 plus x3 plus etc. plus xn whole divided by n equal to sigma x by n and is denoted as x bar. അങ്ങനെയാണ് അത് വായിക്കേണ്ടത്. അപ്പോൾ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ ഗിവൺ വാല്യൂസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വാല്യൂസ്. എൻ വാല്യൂസ് തന്നാൽ ആ എൻ വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്യുക, അതിനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ ഈ x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര പ്ലസ് xn, അതിന് പകരമാണ് സിഗ്മ എക്സ് എന്ന് പറയുന്നത്. വേരിയബിൾസിൻ്റെ എല്ലാം കൂടെ തുക. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇൻഡിവിജ്വൽ സീരീസിന് ഒരു ഉദാഹരണം. കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ ഓഫ് ദി ഓട്ടോ ഫെയേഴ്സ് ഓഫ് 10 ജേർണീസ്. 10 യാത്രകളുടെ പ്രൈസ് തന്നിട്ടുണ്ട്. അപ്പോൾ അരിത്തമെറ്റിക് മീൻ എത്രയാണെന്ന് കാണണം. ₹10, ₹90, ₹85, ₹103 എക്സെട്ര 80 വരെ. 10, 90, 85, 103, 11, 29, 84, 15, 35, 80. ഇതൊരു ഇൻഡിവിജ്വൽ സീരീസാണ്. നമുക്ക് കുറേ വാല്യൂസ് മാത്രമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ അങ്ങനെ കുറേ വാല്യൂസ് മാത്രം തന്നു കഴിഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ എങ്ങനെ കാണുമെന്നാണ് പറഞ്ഞത്? അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ ആ വേരിയബിൾസ് എല്ലാം കൂടെ തുക. ദാറ്റ് ഈസ് 10 പ്ലസ് 90 പ്ലസ് 85 പ്ലസ് 103 പ്ലസ് 11 പ്ലസ് 29 പ്ലസ് 84 പ്ലസ് 15 പ്ലസ് 35 പ്ലസ് 80. ആ വാല്യൂസിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ ഈക്വൽ ടു 10 plus 90 plus 85 plus 103 plus 11 plus 29 plus 84 plus 15 plus 35 plus 80 whole divided by 10 equal to 542 divided by 10 equal to 54.2 rupees. That is the arithmetic mean price എന്ന് പറയുന്നത് 54.2 rupees. Arithmetic mean in the case of discrete frequency distribution or discrete series. Discrete സീരീസിൽ നമുക്ക് എങ്ങനെ അരിത്തമെറ്റിക് മീൻ കാണാം? എന്താണ് ഡിസ്ക്രീറ്റ് സീരീസ്? കുറേ വേരിയബിൾസും ഓരോ വേരിയബിൾസും എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു എന്നും ഉള്ള രീതിയിൽ നമുക്ക് തരും. അങ്ങനെയുള്ള ഡാറ്റ ലഭിച്ചാൽ അരിത്തമെറ്റിക് മീൻ കാണുന്ന രീതിയാണ് അരിത്തമെറ്റിക് മീൻ ഇൻ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ when the data are in discrete frequency distribution form, let x1, x2, x3, etc. xn be the values of the variable with corresponding frequencies f1, f2, f3, etc. fn respectively. Then arithmetic mean x bar equal to x1 f1 plus x2 f2 plus x3 f3 plus etc. plus xn fn whole divided by f1 plus f2 plus f3 plus etc. plus fn equal to sigma fx by capital N. അപ്പോൾ സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ് ഇവിടെ അരിത്തമെറ്റിക് മീൻ കാണുന്നതിനുള്ള ഫോർമുല. അപ്പോൾ നമുക്ക് x1 x2 അങ്ങനെ xn വേരിയബിൾസ് x1 എന്ന് പറയുന്ന വാല്യൂ f1 തവണ റിപ്പീറ്റ് ചെയ്യുന്നു, x2 f2 ടൈംസ് വരുന്നു, x3 f3 ടൈംസ്, അതുപോലെ xn fn ടൈംസ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് x1 f1 x2 f2 x3 f3 ഈ xn fn എല്ലാം കണ്ട് അതെല്ലാം കൂടെ ചേർത്ത് ആഡ് ചെയ്ത് ടോട്ടൽ ഫ്രീക്വൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആ ടോട്ടൽ ഫ്രീക്വൻസി ആണ് ക്യാപിറ്റൽ എൻ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സിഗ്മ എഫ് ആണ് ക്യാപിറ്റൽ എൻ. ഡിസ്ക്രീറ്റ് സീരീസിന് എക്സാമ്പിൾ: calculate arithmetic mean from the following data. Value 5, 15, 25, 35, 45, 55, 65, 75. Corresponding frequencies 15, 20, 25, 24, 12, 31, 71, 52. Values: first column values, second column frequency, then third column fx, that is f into x. We know that the formula is x bar equal to sigma fx by n. Therefore fx, f into x, ആ തേർഡ് കോളമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓരോ എക്സും എഫും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് വാല്യൂസ് എഴുതി. 5 into 15 equal to 75, 15 into 20 equal to 300, 25 into 25 equal to 625. അങ്ങനെ ആ തേർഡ് കോളം കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ ടോട്ടൽ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു എഴുതി. പിന്നെ അതുപോലെ ഫ്രീക്വൻസിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ എൻ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ കിട്ടി, സിഗ്മ എഫ് എക്സ് കിട്ടി. ദെൻ അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ. നമുക്ക് നേരത്തെ കിട്ടിയ സിഗ്മ എഫ് എക്സിൻ്റെ വാല്യൂ എഴുതി, ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ എഴുതി, ഡിവൈഡ് ചെയ്ത് കിട്ടിയ വാല്യൂ 50.4. അരിത്തമെറ്റിക് മീൻ ഈക്വൽ ടു 50.4. ഇനി മൂന്നാമത്തെ രീതി, മീൻ ഇൻ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓർ കണ്ടിന്യൂസ് സീരീസ്. In the case of continuous frequency distribution, we can take the mid values of the classes as x and can apply same formula, arithmetic mean x bar equal to sigma fx by n. Continuous frequency distributionൽ നമ്മൾ ഓരോ ക്ലാസിൻ്റെയും മിഡ് വാല്യൂ എക്സ് ആയിട്ട് എടുക്കും. പിന്നെ എഫ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ അതേ ഫോർമുല തന്നെ, എന്താണ് എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ, അതേ ഫോർമുല ഉപയോഗിച്ച് തന്നെ കണ്ടെത്തും. ഒരു എക്സാമ്പിൾ നോക്കാം. Find the arithmetic mean from the following data. Age, number of persons dying. അങ്ങനെ ഒരു ടേബിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏജ് എന്ന് പറഞ്ഞിട്ട്
0 to 10, 10 to 20, 20 to 30 അങ്ങനെ 70 to 80 വരെ ഉണ്ട്. നമ്പർ ഓഫ് പേഴ്സൺസ് ഡൈ 15, 30, 53, 75, 100, 110, 115, 125. ഏജ് ഇൻ ഇയേഴ്സ്, ഫസ്റ്റ് കോളത്തിൽ ഏജ് ഇൻ ഇയേഴ്സ് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70, 70 to 80. സെക്കൻഡ് കോളം നമ്പർ ഓഫ് പേഴ്സൺസ് ഡൈ, നമ്മൾ എഫ് എന്ന് പറഞ്ഞിട്ട് ആ തന്ന വാല്യൂസ് താഴെ താഴെ എഴുതി. അതിൻ്റെ ടോട്ടൽ ലാസ്റ്റ് റോയിൽ ക്യാപിറ്റൽ N ഈക്വൽ ടു 623. ദെൻ മിഡ് വാല്യൂ എക്സ്. നമുക്കിവിടെ കാണേണ്ടത് തേർഡ് കോളവും ഫോർത്ത് കോളമാണ്. തേർഡ് കോളം മിഡ് വാല്യൂ കാണുന്നതിന് ഓരോ ക്ലാസ്സിൻ്റെയും ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിൽ ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഫസ്റ്റ് ക്ലാസ് ഇവിടെ 0 to 10 ആണ്. അപ്പോൾ മിഡ് വാല്യൂ എന്ന് പറയുന്നത് 0 + 10 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 5. സെക്കൻഡ് ക്ലാസ് 10 to 20 ആണ്. അതിൻ്റെ മിഡ് വാല്യൂ 10 + 20 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 15. അതുപോലെ ഓരോ ക്ലാസ്സിൻ്റെയും ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആഡ് ചെയ്യാം. എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ മിഡ് വാല്യൂ എന്നുള്ള കോളം നമുക്ക് കിട്ടും. മിഡ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ലാസ്റ്റ് കോളം, അതായത് എഫ് ഇൻറ്റു എക്സ്. ആദ്യത്തെ എഫ് 15, ആദ്യത്തെ എക്സ് 5, 15 × 5 75, 30 × 15 450. അങ്ങനെ ലാസ്റ്റ് കോളം കംപ്ലീറ്റ് എഴുതാം. ഇനി അതിന് ഏറ്റവും താഴെ ലാസ്റ്റ് റോയിൽ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു അതിൻ്റെ ടോട്ടൽ എത്രയാണെന്ന് നോക്കി അതും എഴുതണം. അപ്പോൾ മിഡ് വാല്യൂ എന്നുള്ള കോളവും എഫ് എക്സ് എന്നുള്ള കോളവും എഴുതി, എഫിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ N എഴുതി. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ N അറിയാം, സിഗ്മ എഫ് എക്സ് അറിയാം. ഇനി അരിത്തമെറ്റിക് മീനിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യാം. എന്താണ് അരിത്തമെറ്റിക് മീൻ? അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ. സിഗ്മ എഫ് എക്സ് ബൈ എൻ സിംപ്ലിഫൈ ചെയ്താൽ 51.16 എന്ന് കിട്ടും. അത് ഇവിടെ ക്വസ്റ്റ്യൻ ഏജ് ഇൻ ഇയേഴ്സ് എന്നാണ്. അരിത്തമെറ്റിക് മീൻ ഏജ് ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ഇയേഴ്സ് എന്ന് കൊടുത്തത്. 51.16 ഇയേഴ്സ്, അതാണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്.